ഒന്നാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. 2, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3. 1 പ്രാചീന മലയാളം, 2 ആദിഭാഷ, 3 വേദാധികാര നിരൂപണം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ 1, 2, 4. 1 പൊടിവര കുഞ്ഞമ്പു നായർ, 2 കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, 4 പള്ളിക്കൽ അബൂബക്കർ. 4 PSC ക്യാൻസൽഡ് ആണ്. 5 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി 1, 3, 4 എന്നിവയാണ് ശരിയായവ. 1 ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക. 3 ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. 4 മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. 6 പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി 1, 3, 4 എന്നിവയാണ് ശരിയായവ. 1 രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 3 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4 പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. 7 ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4. 2 യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. 3 കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. 4 ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. 8 ഗൾഫി സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജലപ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം. 9 ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3. 1 ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, 2 അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, 3 ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. 10 റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. ഓപ്ഷൻ സി കേരളം. 11 കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഓപ്ഷൻ എ പാമ്പാടും ചോല നാഷണൽ പാർക്ക്. 12 ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ ബി കുത്തനെയുള്ള ചരിവ്. 13 നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ധനനയം. 14 ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. 15 ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. 16 നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഒഡീഷ. 17 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ശരിയല്ല. എ, ബി, ഡി എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. എ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ബി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡി 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. 18 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 100. 19 ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. 20 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. 21 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 22 ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. 23 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി അയിത്താചാര നിർമ്മാർജ്ജനം. 24 താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 1 ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. 2 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. 25 താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി വനം. 26 ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. 1 സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 3 പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 27 ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. 28 കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി വിദ്യാസമുന്നത്. 29 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 30 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെന്റുകളെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. 2 ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. 3 കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 31 മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി യോദ്ധാവ്. 32 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഓപ്ഷൻ എ സീറോഫ്താൽമിയ. 33
സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബ്. 34. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. 2. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. 35. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വനസംരക്ഷണം. 36. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമിനിലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്. 37. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വിമൻ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി സുനിത വില്യംസ്. 38. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി f1ഉം മൈക്രോവേവിന്റെ ആവൃത്തി f2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി f3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ f3 ഗ്രേറ്റർ ദാൻ f1 ഗ്രേറ്റർ ദാൻ f2. 39. ഒരു പ്രൊജക്ടിലൈന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഓപ്ഷൻ ബി 5 മീറ്റർ. 40. താഴെ പറയുന്ന പ്രസ്താവനകൾ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത്. 1. ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. 3. ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. 41. ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഓപ്ഷൻ എ SDX-01 ആൻഡ് SDX-02. 42. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഓപ്ഷൻ സി ഫെർമിയം. 43. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. 2. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. 43. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ സി ഗേ-ലുസാക്ക് നിയമം. 45. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഓപ്ഷൻ എ എസ് സൾഫർ. 46. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. 47. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? ഓപ്ഷൻ ഡി സുഖ്ജിത്ത് സിംഗ്. 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയായവ. 1. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 2. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 49. ഇരയിമൺ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം കീചകവധം, ഉത്തരാ സ്വയംവരം. 50. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്. 61. Identify the segment of the sentence that contain a grammatical error. Option C and the water on this area. 62. Select the most appropriate antonym of the word indefatigable. Option A
indolent. 63. Rearrange the parts of the sentence in correct order due to dash. Option D. RPSQ. R. The lack of an adequate warning system. The tsunami of 2004 devastated a large portion of the coastal region of Tamil Nadu. 64. Select the correct indirect form of the given sentence. John said to Tina, "Where were you going?" Option B. John asked Tina where she had been going. 65. Choose the correct spelling from the options below. Option C. 66. If she had taken the medicine, she dash better. Option B. Would have felt. 67. Every school and college dash a library. The students along with their friends dash the library. Option C. As visit. 68. His wife can dash his terrible behavior anymore. Option D. Put up with. 69. Find out the compound word. Option D. All of these. 70. Have the whip hand means. Option B. To be in position to control. 71. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ഓപ്ഷൻ ബി. സൗമിത്രി. 72. പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായപദം എടുത്തെഴുതുക. ഓപ്ഷൻ സി. ചൂതം. 73. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ. തീ. 74. വിപരീത പദം എഴുതുക. ഗൗരവം. ഓപ്ഷൻ ഡി. ലാഘവം. 75. ജീവിതത്തിലെ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി. ഭാഗ്യം വീരനെ തുണയ്ക്കുന്നു. 76. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. ഓപ്ഷൻ എ. കേൾ പ്ലസ് തു. 77. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി. സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. 78. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ ഡി. പൂജക ബഹുവചനം. 79. തന്നിരിക്കുന്നവയിൽ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഓപ്ഷൻ PSC ക്യാൻസൽഡ് ആണ്. 80. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓപ്ഷൻ എ. ഓടി. 81.